കോഴിക്കോട് ജില്ലയിൽ മഴ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ദുരിതമൊഴിയുന്നതേയില്ല. കണ്ണാടിക്കൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വെള്ളം ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലുമായി തുടരുകയാണ് 100-ലധികം കുടുംബങ്ങൾ. കോഴിക്കോട് ജില്ലയിൽ മഴ കാര്യമായി തന്നെ കുറഞ്ഞു. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്ന കണ്ണാടിക്കൽ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് വെള്ളം ഇറങ്ങിയിട്ടില്ല എന്നതാണ് ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രയാസം, ദുരിതം തന്നെയാണ്. ഈ മഴ മാറി നിൽക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് മുൻവർഷങ്ങളിലൊക്കെ ഇവിടെ വെള്ളം ഇറങ്ങി പോകാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, വളരെ മന്ദഗതിയിൽ മാത്രമേ വെള്ളം ഇറങ്ങുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത ആളുകൾ തന്നെയാണ് കൂടുതലും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാറി താമസിച്ചവർ ക്യാമ്പുകളിലും അതുപോലെ ബന്ധുവീടുകളിലുമൊക്കെയായി തന്നെ തുടരുക കൂടിയാണ്. ഒപ്പം വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയാണോ എന്ന് അറിയാൻ വേണ്ടി, നോക്കാൻ വേണ്ടി വന്ന ആളുകൾ, വീട്ടമ്മമാരൊക്കെ തന്നെയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സ്മിത ചേച്ചിയുടെ വീട് ഇവിടെ നിന്ന് നോക്കിയാൽ കാണില്ല, കുറച്ചുകൂടി അപ്പുറത്താണ്. അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല അല്ലേ? കഴിയില്ല, അത്രയും വെള്ളമുണ്ട്. ആ വീടൊന്ന് കാണാൻ വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കാനുള്ള ഒരു ഇതുമില്ല, നല്ല വെള്ളമുണ്ട് ഇവിടെ. വെള്ളം മെല്ലെ മെല്ലെ സാവകാശമാണ് ഇറങ്ങണത്. അപ്പോൾ വീട് ഒരു 3/4 ഭാഗം പോയിട്ടുണ്ടോ വെള്ളത്തിൽ. ചെറിയൊരു ഓടിട്ട വീടാണ്, പാർട്ടി ഓഫീസിന്റെ പിന്നിൽ. അങ്ങനെയാണ് നിൽക്കുന്നത്. ഞങ്ങൾ വീടിന്റെ അവസ്ഥ എന്തായെന്നൊന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഓരോ കടലാസും കാര്യമൊക്കെ ഓരോന്ന് എടുക്കാനും ഉണ്ടേനു. അതൊക്കെ അവിടെ ആയി പോയി. കുറച്ച് മേലോട്ട് വെച്ചതാണ്. അതൊന്നും അറിയാൻ വേണ്ടി എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാൻ വിചാരിച്ച്. അതൊന്നും കഴിയില്ല, അങ്ങോട്ട് കിടക്കാൻ കഴിയില്ല. ഇപ്പൊ ഞങ്ങൾ മടങ്ങാണ്. നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് തന്നെയാണോ മാറാൻ പറ്റിയേ? അത്യാവശ്യം ഡ്രസ്സും കാര്യം മാത്രം എടുത്ത്, പിന്നെ 3 ഗുളികയും മരുന്നൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത്. ഇത് മറ്റേതൊക്കെ കയറ്റി അവിടെ വെച്ചേനു. ഇതുപോലെ തന്നെ ഇതിന് സമീപത്ത് തന്നെയാണ് കക്കോടി ഉൾപ്പെടുന്ന പ്രദേശം വരിക. അവിടെയും ഇതേ രീതിയിൽ തന്നെയാണ് വെള്ളം തുടരുന്നത്. പുന്നൂർ പുഴയിൽ നിന്നുള്ള വെള്ളമാണ് ഏതായാലും. ഒപ്പം തന്നെ വാഹനങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഇരുനില വീടുകളിലേക്കുള്ള ആളുകൾ മാറിയിട്ടില്ല. പക്ഷെ ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോകണമെങ്കിൽ, ആവശ്യം വന്ന ആശുപത്രിയിലൊക്കെ അടക്കം പോകണമെങ്കിൽ അതിനുള്ള മാർഗവും ഇല്ല എന്നുള്ളതാണ് ഒരവസ്ഥ എന്ന് പറയുന്നത്. മതില് സൈഡിലേക്ക് ഇടിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം നിന്നിട്ട് വീഴാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പോയി നോക്കിയിട്ട് ഇവിടെ വരാൻ വെച്ചിട്ടാണ്. എത്രത്തോളം വെള്ളം കയറിയിരുന്നു? കുറച്ചേ കയറിയിട്ടുള്ളൂ. കുറച്ച് ഹൈറ്റുള്ള തറയാനെ കൊണ്ട് ഇത്രേ കയറിയിട്ടുള്ളൂ. എവിടെയാണ് താമസിക്കുന്നത്? ഇപ്പോൾ എൻ്റെ ബന്ധു വീട്ടിലാണ്. 1 കിലോമീറ്റർ വെള്ളത്തിൽ പോകണം. ഇവിടെ വെള്ളം കുറവാണ്, കുറച്ചുകൂടെ അപ്പുറത്ത് കൂടുതൽ വെള്ളം. വീടിന്റെ അവസ്ഥയൊക്കെ എന്താണെന്നറിയോ? ഇപ്പം വെള്ളം കയറി കണക്കാണ്, ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ കാണാൻ കഴിയുന്നത് വലിയ പ്രയാസത്തിൽ, ദുരിതത്തിലാണ് ജനങ്ങളുള്ളത്. വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും വളരെ മന്ദഗതിയിൽ മാത്രമേ പോകുന്നുള്ളൂ എന്നുള്ളതാണ് സ്ഥിതി. ഒപ്പം എല്ലാ താലൂക്കുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 100-ലധികം കുടുംബങ്ങൾ ക്യാമ്പുകളിലാണ്, ബന്ധുവീടുകളിലേക്കാണ് മാറി താമസിച്ചിട്ടുള്ളത്. എന്നാലും മഴയുടെ ദുരിതം പേറി ജീവിക്കുകയാണ് ഈ താഴ്ന്ന മേഖലയിൽ, പ്രത്യേകിച്ച് താഴ്ന്ന മേഖലയിലുള്ള ജനങ്ങൾ. കണ്ണാടിക്കലിൽ നിന്ന് വ്യാസ് പി രാമനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.